ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളൊക്കെ ധാരാളം പുല്ല് മുളച്ച് കിടക്കാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ പുല്ല് മുളച്ച് കിടക്കുന്നത് നമുക്ക് സാധാരണയായി നമുക്ക് എങ്ങനെ അവ തനിയെ നശിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതിനായി ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് അതേ അളവിൽ കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വിനാഗിരിയാണ് കേട്ടോ. കുറച്ച് വിനാഗിരി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് വിനാഗിരി ആയാലും കുഴപ്പമില്ല, കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സാധാരണ രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ. കുറച്ച് മതിയിട്ട് വെള്ളം. അപ്പോൾ അതായത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് കേട്ടോ നമ്മുടെ പുല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പ്. ഇതാകുമ്പോൾ നമുക്ക് എടുത്ത് വളരുന്ന മറ്റുള്ള ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്കിത് വേണ്ടതെന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാട്ടോ ചെയ്യേണ്ടത്. ഞാനിത് നന്നായിട്ട് അതുപോലെ അത് കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുപ്പിക്ക് ഇതുപോലെ ഒരു ഓട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രേ ബോട്ടിലായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കതിൽ തളിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പുല്ലിൻ്റെ മുകളിലേക്ക്. അത് പുല്ല് ഏകദേശം സ്വയം തന്നെ പെട്ടെന്ന് ഉണങ്ങി ഇറങ്ങി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ചവെള്ളത്തിൽ മെല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇതുപോലെ വിനാഗിരി, സോഡാപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു മിക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇത് തളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുല്ലുകളിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ദിവസം ഒരു നേരം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബലം കിട്ടും. ഡെയിലി ഇതുപോലെ ചെയ്ത് കൊടുക്കേണ്ടി വരുമോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇതൊന്ന് ട്രൈ ചെയ്യുക. അത് വീണ്ടും നമുക്ക് വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.